ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്, ഏപ്രിൽ മെയ് മാസങ്ങളിലെ സമ്മർ വെക്കേഷന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2-ന് തുറക്കുകയാണ്. 2025-26 ഒരു പുതിയ അക്കാഡമിക് ഇയർ നമ്മളിവിടെ ആരംഭം കുറിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂൾ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ തൊടുപുഴയിൽ ഇവിടുത്തെ പുതിയ അക്കാഡമിക് പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന ഈ വേളയിൽ ഈ പുതിയ വിദ്യാഭ്യാസ വർഷത്തിലോട്ട് എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ വർഷം എല്ലാ വിജയാശംസകളും ആദ്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നേരാൻ ഈ അവസരം വിനിയോഗിക്കുക. സമ്മർ വെക്കേഷന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2 തിങ്കളാഴ്ച പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്കൂൾ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ തൊടുപുഴയിൽ 2025-26 പുതിയ അധ്യയന വർഷത്തിന് ആരംഭം കുറിക്കുകയാണ്. 2-ാം തീയതി 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾക്കും pre-KG, KG, UKG വിഭാഗങ്ങൾക്ക് 4-ാം തീയതി ബുധനാഴ്ചയുമാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. 2-ാം തീയതി 9:30 പ്രാർത്ഥന സഭയോടെ ആരംഭിക്കുന്ന കലാലയ വർഷത്തിന് സ്കൂൾ മാനേജർ പ്രൊഫസർ PG ഹരിദാസ് സാറാണ് പ്രാർത്ഥനാ സഭ ഉദ്ഘാടനം ചെയ്യുന്നത്. കുട്ടികളെ പുതിയ അക്കാഡമിക് ഇയറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അധ്യാപകരും മറ്റ് മുതിർന്ന മാനേജ്മെൻറ്റ് പ്രതിനിധികളും കുട്ടികളെ അഭിസംബോധന ചെയ്ത് പ്രാർത്ഥനാ സഭയിൽ സംസാരിക്കും. 4-ാം തീയതി ബുധനാഴ്ച കൊച്ചുകുട്ടികൾക്ക് pre-KG, KG, UKG കുട്ടികൾക്ക് അവർക്ക് വർണ്ണാഭമായ ഒരു പ്രവേശനോത്സവമാണ് നമ്മൾ സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജൂൺ 2-ന് 9:30 പ്രാർത്ഥനാ സഭയോടെ ആരംഭിക്കുന്ന ക്ലാസ്സുകൾ ഏകദേശം 3:30 അവസാനിച്ച് കുട്ടികളെല്ലാവരും സ്കൂളിൽ നിന്ന് പോകുന്നത്. രക്ഷിതാക്കളും കുട്ടികളും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2-ാം തീയതി ഇവിടെ മെസ്സ് പ്രവർത്തിക്കത്തില്ല. അവർ ഉച്ചഭക്ഷണം വീട്ടിൽ നിന്നും കൊണ്ടുവരേണ്ടതാണ്. 3-ാം തീയതി മുതൽ മാത്രമേ നമ്മുടെ സ്കൂളിലെ മെസ്സ് ക്യാൻറ്റീൻ പ്രവർത്തിക്കുകയുള്ളൂ. 2-ാം തീയതി മുതൽ അവരുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു. 3-ാം തീയതി മുതൽ നമ്മുടെ കിച്ചണിൽ നിന്നും ഫുഡ് അവർക്ക് സപ്ലൈ ആരംഭിക്കുകയാണ്. പുതിയതായിട്ട് അഡ്മിഷൻ കിട്ടിയ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പേരൻസിനോടൊപ്പമാണ് സ്കൂളിൽ എത്തേണ്ടത്. സ്കൂളിൽ വന്ന് ഓഫീസിൽ സംസാരിച്ച് അവരുടെ സ്കൂൾ ബസ്സിൻ്റെ സമയവും സൗകര്യങ്ങളും എല്ലാം ബസ്സിൻ്റെ സ്റ്റാഫുമായിട്ട് സംസാരിച്ച് കൃത്യമായ ഉറപ്പ് വാങ്ങി വേണം സ്കൂളിൽ നിന്ന് തിരിച്ചു പോകും. ഉച്ചഭക്ഷണത്തിന് ശേഷം 2 മണിക്ക് നമുക്കറിയാം, സംസ്ഥാന വ്യാപകമായിട്ട് സ്കൂൾ ക്യാമ്പസുകളിൽ ലഹരി വിരുദ്ധ കാമ്പയിനിങ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിലും ഒരു ആൻറ്റി ഡ്രഗ് കാമ്പയിനിങ് പ്രോഗ്രാം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫ്ലാഷ് മോബ്, നമ്മുടെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒരു ഫ്ലാഷ് മോബും ഇവിടെ പൊതുജന മധ്യത്തിൽ നമ്മുടെ സ്കൂളിൽ അവതരിപ്പിക്കുന്നു. ഈ ആൻറ്റി ഡ്രഗ് കാമ്പയിൻ്റെ ഔപചാരികമായ ഇനാഗുറേഷൻ ബഹുമാനപ്പെട്ട തൊടുപുഴ നഗരസഭ ചെയർമാൻ ശ്രീ ദീപക് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പൊതുജനത്തെയും ഞങ്ങൾ സരസ്വതി സെൻട്രൽ സ്കൂളിൻ്റെ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം 2024-25 അക്കാഡമിക് ഇയറിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിനെ സംബന്ധിച്ച് വളരെയേറെ മികച്ച നേട്ടം കൈവരിച്ചൊരു വർഷമാണ്. അധ്യാപകരുടെ കഠിനാധ്വാനം മൂലം, അക്ഷീണമായിട്ടുള്ള പ്രയത്നം മൂലം നമുക്ക് ചരിത്രത്തിലെ ഏറ്റവും നല്ല വിജയം CBSE ക്ലാസ് 10 ബോർഡ് എക്സാമിൽ നേടിയെടുക്കാൻ സാധിച്ചു. 100% വിജയമെന്ന് മാത്രമല്ല, വളരെയേറെ കുട്ടികൾക്ക് നമുക്ക് എല്ലാ വിഷയത്തിലും A1 നേടിക്കൊടുക്കാനും സാധിച്ചു. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ഈ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിലെ ടീച്ചിങ് ഫാക്കൽറ്റീസിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ കലാകായിക രംഗത്താണെങ്കിലും അക്കാഡമിക് നോൺ അക്കാഡമിക് രംഗത്താണെങ്കിലും ശാസ്ത്രമേള രംഗത്താണെങ്കിലും എല്ലാം തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂൾ അതിൻ്റേതായ സ്ഥാനം എല്ലാ വിഭാഗത്തിലും 1-ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. അക്കാഡമിക് രംഗത്താണെങ്കിലും കുട്ടികളുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി അതിനൂതനമായ ഒട്ടേറെ പ്രോഗ്രാമുകളാണ് നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയത്. അതെല്ലാം നമ്മുടെ കുട്ടികളിൽ സമഗ്രമായൊരു വികാസം, സമഗ്രമായൊരു മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനാർഹമായ ഒരു നേട്ടമാണ് കഴിഞ്ഞ അക്കാഡമിക് ഇയർ 2024-25 വർഷങ്ങളിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ഈ പുതിയ അക്കാഡമിക് ഇയർ 2025-26 ഒട്ടേറെ മാറ്റങ്ങളോടെയാണ് ഞങ്ങൾ ഈ വർഷം ആരംഭിക്കുന്നത്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എടുത്തു പറയത്തക്കതുമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ്, സ്ട്രിക്ട്ലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് ആയിട്ട് ഞങ്ങൾ സ്കൂള് ഈ വർഷം മാറ്റും. അത് വിത്തിൻ ദി സ്കൂൾ ക്ലാസ് റൂം ആൻഡ് ഔട്ട്സൈഡ് ക്ലാസ് റൂം എല്ലാവരും സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയായിരിക്കും. ആ ഒരു നേട്ടം കൈവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്കൂളിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ വർഷം pre-KG മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. pre-KG തുടങ്ങിയെന്ന് മാത്രമല്ല, KG മുതൽ LKG UKG വിഭാഗത്തിലും ഞങ്ങൾ മാക്മില്ലൻ്റെ എഡ്യൂക്കേഷനാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ 1 മുതൽ 5 വരെ ക്ലാസ്സുകൾക്ക് നമുക്ക് ഈ വിദ്യാഭ്യാസ പ്രക്രിയ അല്ലെങ്കിൽ മാക്മില്ലൻ സിലബസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയൊന്നോണം pre-KG മുതൽ LKG UKG വിഭാഗങ്ങളിലും ഞങ്ങൾ മാക്മില്ലൻ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പുതിയ ഒരു കലാലയ വർഷം ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളിൽ ട്രഡീഷണൽ വാല്യൂസിനും മോറൽ വാല്യൂസിനും ഒട്ടേറെ ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് കുട്ടികളിൽ കുറേ ട്രഡീഷണൽ കൾച്ചേഴ്സും മോറൽ വാല്യൂസും സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒട്ടേറെ പരിപാടികൾ, ഒട്ടേറെ നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥനാ സഭയിലും ക്ലാസ് റൂമുകളിലും നടത്താൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ നമ്മുടെ കുട്ടികളെ ഭാരതത്തിൻ്റെ ഏറ്റവും നല്ല പൗരന്മാരായിട്ട് വളർത്തിയെടുക്കുന്ന ഒരു മെഷീനറി ആയിട്ട് സരസ്വതി വിദ്യാഭ്യാസ സെൻട്രൽ സ്കൂൾ മാറട്ടെ. അതിനുണ്ട് എല്ലാവിധ സാഹചര്യങ്ങളും ഞങ്ങൾ സൃഷ്ടിക്കും. കുട്ടികളെ ആ രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ട് സഹകരിപ്പിക്കാനും ഞങ്ങളെ നേർവഴിക്ക് നയിക്കാനും ഇവിടുത്തെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ അക്ഷീണം ശ്രമിക്കുന്നുണ്ട്. അവരുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഇവിടെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് സ്കൂളിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ജൂൺ മാസത്തിൽ എല്ലാ കുട്ടികൾക്കും യൂണിഫോം വിതരണം ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ജൂലൈ 1 മുതൽ എല്ലാ കുട്ടികൾക്കും യൂണിഫോം കമ്പൽസറി നടപ്പാക്കുകയാണ്. യൂണിഫോമിനോടൊപ്പം ബെൽറ്റ്, ഷൂസ്, സോക്സ് എല്ലാം ഫുൾ യൂണിഫോമിൽ ആയിരിക്കും എല്ലാ കുട്ടികളും ജൂലൈ 1 മുതൽ സ്കൂളിൽ എത്തുക. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾക്ക് നല്ല ഡയറക്ഷനിൽ ഗുണകരമായ മാറ്റങ്ങളോടെയാണ് ഞങ്ങൾ പുതിയ അക്കാഡമിക് ഇയർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഈ വർഷം ഒരു സ്റ്റുഡൻസ് ഫ്രണ്ട്ലി, ഒരു പേരൻറ്റ് ഫ്രണ്ട്ലി സ്കൂളാക്കി ഞങ്ങൾ സരസ്വതി സ്കൂളിനെ മാറ്റുന്നു. ക്യാമ്പസ് ആണെങ്കിലും ക്ലാസ് റൂം ആണെങ്കിലും ഒരു സ്റ്റുഡൻസ് ഫ്രണ്ട്ലി, പേരൻറ്റ് ഫ്രണ്ട്ലി ക്ലാസ് റൂംസും ക്യാമ്പസുമാക്കി മാറ്റാനുള്ള ശ്രമം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഈ കലാലയ വർഷത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്കൂളിനെ ഉന്നതമായ തലങ്ങളിൽ എത്തിക്കുവാൻ എല്ലാ പേരൻസിൻ്റെയും എല്ലാ കുട്ടികളുടെയും അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരുടെയും നല്ല സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ അക്കാഡമിക് ഇയർ 2025-26 അക്കാഡമിക് ഇയറിലേക്ക് എല്ലാ വിജയങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകട്ടെ. പേരൻസിന് എല്ലാവിധ സഹകരണവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.